തൃശ്ശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംഭുവം കോളനിയിലാണ് ഞാനുള്ളത്. ഇവിടെയുള്ള മീനാക്ഷി എന്ന് പറയുന്ന വയോധികയാണ് ഇന്ന് ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. ഇപ്പോഴും ഈ മൃതദേഹം ഇങ്ങോട്ടേക്ക് ഈ കോളനിയിലേക്ക് എത്തിച്ചിട്ടില്ല. ഈ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. ഇവിടെ നിന്നും വനവിഭവങ്ങൾ ശേഖരിക്കുകയാണ് ഇവരുടെ എല്ലാം തന്നെ ഒരു ജോലി എന്നുള്ളത്. അതിനുവേണ്ടി പോയതാണ്. അതിനുശേഷം 2 ദിവസം മുൻപാണ് അവരെ കാണാതായത്. പക്ഷേ തിരിച്ചു വരുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെയാണ് ഇവരെല്ലാം തന്നെ അറിയുന്നത് തിരിച്ചു വന്നില്ല. അതിനോടൊപ്പം തന്നെ മാത്രമല്ല മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ന് രാവിലെയാണ് അറിയുന്നത്. രാവിലെയാണ് അറിഞ്ഞല്ലേ? രാവിലെ അറിഞ്ഞ എൻ്റെ ചെക്കൻ വന്ന് വിളിച്ചു പറഞ്ഞ് ഫോണ് കൂടി വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് എൻ്റെ ചേച്ചി പോയി മരിച്ചു പോയി. എന്നാ കാണാണ്ടായതെന്നാ? 4 ദിവസമായി കാണാണ്ട് പോയിട്ട്. 4 ദിവസം ഞാനും വൈകുന്നേരം ഇഞ്ചി വെട്ടി ചണക്കുവ പറിച്ച് വന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് ചായ കുടിച്ചിട്ട് എൻ്റെ വീട്ടിൽ ചായ കുടിച്ചിട്ടാണ് ഞാൻ വന്ന് ചേച്ചിയെ നോക്കാൻ വന്നപ്പോൾ കണ്ടില്ല. നിങ്ങളൊക്കെ സ്ഥിരം പോയിട്ട് ഇങ്ങനെ കാട്ടിൽ നിൽക്കാറുണ്ടോ? ഈ 1-2 ദിവസമൊക്കെ ആയിട്ടാണ് അന്ന് കാട്ടിലേക്ക് പോകും. മോരിലെ പറക്കും പാടക്കേങ്ങ എല്ലാതും കുത്തി വന്ന് വൈകുന്നേരം ഒരു 3 മണിക്ക് ഞാൻ കാട്ടിലിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരും. മീനാക്ഷി മാമ ഇങ്ങനെ നേരത്തെയും പോയിട്ടുണ്ടോ? അത് കുറേ ഞങ്ങൾ പോലീസുകാരും സാറുമാരും മൊത്തം ജോയിച്ചോട്ട നാട്ടൊക്കെ ഞങ്ങൾ പോയി അന്വേഷിച്ച് കൊണ്ടുവന്നിട്ട് ഈ ആന നിൽക്കുമ്പോൾ തന്നെ ആളെ വഴി മാറിയാണ് ഈ ആന പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് പുറവാതരൻ ആയിട്ട് ഞങ്ങൾ പോയി. നിങ്ങൾ കാട്ടിലേക്കൊക്കെ പോകുമ്പോ ആനയൊക്കെ ഉണ്ടാവാറുണ്ടോ അവിടെ സ്ഥിരമായിട്ട്? നമ്മൾ വഴി മാറിപ്പോകും. എന്നാൽ നമ്മൾ ഒരു അലട്ടിനും വരില്ല, ഒന്നിനും വരില്ല. ഇനിയിപ്പോൾ വനത്തിൽ നിന്ന് ഈ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുവന്ന് മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരുപക്ഷെ ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും വീട്ടുകാരെല്ലാം തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്. സ്ഥിരമായി വനത്തിൽ പോകുന്നവരാണ് ഇവരെല്ലാവരും തന്നെ. അങ്ങനെയുള്ള മീനാക്ഷി എന്ന് പറയുന്ന വയോധികയ്ക്കാണ് ഇത്തരത്തിൽ ആനയുടെ ചവിട്ടേറ്റ് മരണം സംഭവിച്ചിരിക്കുന്നത്.